അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ നാട്, നമ്മളുടെ രാജ്യം ഭീകരാക്രമണത്തിന്റെ ഭീതിയിൽ നടുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമ്മളുടെ രാജ്യത്തിന് തീരാനൊമ്പരമായി മാറിയ വിനയ് നർവാളും ഹിമാംശയും അതുപോലെ തന്നെ മലയാളിയായ രാമചന്ദ്രൻ ഉൾപ്പെടെ 10-30ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സമയത്തും ഒരുപാട് വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വർഗീയം തുപ്പുന്ന ഒരുപാട് പേര് എനിക്ക് കാണാൻ സാധിച്ചു. കമന്റ് ബോക്സിൽ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവർക്ക് ഈ ന്യൂസ് ഒരു പാഠമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്, ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ളാ അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരോധികളല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളുമല്ല. അതുപോലെ തന്നെ തീവ്രവാദികളിൽ നിന്ന് തോക്ക് പിടിച്ചു വലിക്കവേ കൊല്ലപ്പെട്ട സയ്യിദ് ഹുസൈൻ ഷാ ഒരു മുസ്ലിം ആയിരുന്നു. അദ്ദേഹം അവിടെ മതം നോക്കിയിട്ടില്ല, മനുഷ്യനെയാണ് നോക്കിയത്. മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിക്കുക. പാകിസ്ഥാൻ തീവ്രവാദികളെ നമ്മളുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.